ഹായ്, എല്ലാവർക്കും നമസ്തേ. ഞാൻ സിധു സതീശൻ. കുറച്ച് നാൾ മുമ്പേ നമ്മുടെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഒരു പുസ്തകം ഉയർത്തിപ്പിടിച്ചത് എല്ലാവരും ഓർക്കുന്നുണ്ടാവും. മുൻ കരസേന മേധാവി നരവനെയുടെ ദ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന ആത്മകഥ. ആ പുസ്തകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാർലമെന്റിൽ ആഞ്ഞടിച്ചു എന്നാണ് അന്നത്തെ കേരള മാധ്യമങ്ങൾ ബ്രേക്കിംഗ് ന്യൂസായിട്ട് കൊടുത്തത്. ഈ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ആഞ്ഞടിച്ചപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിറച്ചു വീണു, അമിത്ഷാ തെന്നി വീണു എന്നൊക്കെയായിരുന്നു വാർത്ത നരേഷൻ. ഇപ്പോൾ ആ പുസ്തകം കാണിച്ച രാഹുൽ ഗാന്ധി എന്തായി? പവനായി, ശവമായി. നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി ഉയർത്തിക്കാട്ടിയ ആ പുസ്തകം, നരവനെയുടെ ദ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കാത്തതാണ്. ഈ പുസ്തകമാണ് പാർലമെന്റിൽ രാഹുൽ ഗാന്ധി പ്രിയഗാന്ധി ഉയർത്തിക്കാട്ടിക്കൊണ്ട് ആഞ്ഞടിച്ചത്. എന്നാൽ ഈ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകം ഇങ്ങനെ പൊതുമധ്യത്തിൽ കൊണ്ടുവന്ന് അല്ലെങ്കിൽ പാർലമെന്റിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഉയർത്തിക്കാട്ടി ആഞ്ഞടിച്ചത് രാജ്യദ്രോഹം എന്നാണ് ഇപ്പോൾ ഭാരതീയ സമൂഹം വിമർശിക്കുന്നത്. മുൻ കരസേന മേധാവി എം നരവനെയുടെ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകമായ ദ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി അന്ന് പാർലമെന്റിൽ ഒരു വൻ ചർച്ചയ്ക്ക് വിധേയമാക്കിയിരുന്നു. അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് ശക്തികളുടെ അജണ്ട നമ്മുടെ ഭാരതത്തിൽ ചെലവാക്കുക എന്നതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ മനസ്സിലിരിപ്പ്. എന്നാൽ രാഹുൽ ഗാന്ധി അന്ന് പാർലമെന്റിൽ ഉയർത്തിയിരുന്ന എല്ലാ ആരോപണങ്ങളും നിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ മുൻ കരസേന മേധാവി എം നരവനെ രംഗത്ത് വന്നിരിക്കുകയാണ്. 2020 ചൈനയ്ക്ക് എതിരായ ഗാൽവാൻ പ്രക്ഷോഭത്തിൽ അല്ലെങ്കിൽ സംഘർഷത്തിൽ ചൈനയ്ക്കെതിരെ ഇന്ത്യൻ കരസേന എന്ത് ചെയ്യണം എന്ന് നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനോട് വിളിച്ചു ചോദിച്ചപ്പോൾ ഇതിന് മറുപടിയായിട്ട് കുറച്ച് സമയങ്ങൾക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസിൽ നിന്നും വന്ന മെസ്സേജ് നിങ്ങൾ ഉചിതമായത് ചെയ്യൂ എന്നാണത്രേ. ഇതാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ നരവനെയുടെ പുസ്തകം എടുത്തുകാട്ടി ആരോപിച്ച ആരോപണം. അതുപോലെ തന്നെ ഈ ഗാൽവാൻ സംഘർഷത്തിൽ നമ്മുടെ ഇന്ത്യയുടെ, നമ്മുടെ ഭാരതത്തിന്റെ സ്ഥലം ചൈന പിടിച്ചെടുത്തു എന്നൊരു വാദവും ആരോപണവും രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഗാൽവാൻ സംഘർഷത്തിൽ ഒരു തരി ഭൂമി പോലും നമ്മുടെ ഭാരതത്തിന്റെ മണ്ണ് ചൈന പിടിച്ചെടുത്തിട്ടില്ല എന്നാണ് നരവനെ ഇപ്പോൾ വ്യക്തമാക്കിയത്. നരവണയുടെ ഈ പരസ്യമായ പ്രതികരണത്തിൽ ഇന്ത്യൻ സൈന്യത്തിൽ ഭിന്നതയുണ്ടാക്കുക, ഐക്യം തകർക്കുക എന്ന ഡീപ് സ്റ്റേറ്റിന്റെ രാജ്യവിരുദ്ധതയാണ് പൊളിഞ്ഞത്, തകർന്നത്. ശ്രീലങ്ക, ബംഗ്ലാദേശ്, നേപ്പാൾ എന്നീ രാജ്യങ്ങളിലൊക്കെ ഈയിടെ ഭരണം അട്ടിമറിക്കപ്പെട്ടത്, തങ്ങൾക്ക് അനുകൂലമായ സർക്കാരുകളെ ഭരണത്തിൽ കൊണ്ടുവന്നത് ഡീപ് സ്റ്റേറ്റിന്റെ അദൃശ്യ ശക്തികളാണ് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ഇവർ ഏത് രാജ്യത്തിന്റെയും സൈന്യത്തെയാണത്രേ ആദ്യം ദുർബലപ്പെടുത്തുക. എന്നാൽ മുൻ കരസേന മേധാവിയുടെ ഈ തുറന്നു പറച്ചിലിൽ നമ്മുടെ ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെയും അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ശക്തിയുടെയും ഇന്ത്യയിൽ അട്ടിമറി ഭരണമെന്ന അജണ്ടയാണ് തകർക്കപ്പെട്ടത്. എന്തായാലും മുൻ കരസേന മേധാവി നരവനെയുടെ പ്രസിദ്ധീകരിക്കാത്ത സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകത്തിലെ പ്രതിപാദിക്കാത്ത കാര്യങ്ങൾ, ആരോപണങ്ങളെ രാഷ്ട്രീയ ആയുധമായി ഏറ്റെടുത്ത് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ആഞ്ഞടിച്ചത് വെറുതെയായി എന്ന് സാരം. ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഉയർന്ന സ്ഥാനത്തിരിക്കുമ്പോൾ മാന്യതയും സംസ്കാരവും അവരുടെ പ്രതികരണത്തിലും പ്രവൃത്തിയിലും ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ നല്ലൊരു നേതാവായി ശോഭിക്കാൻ വേണ്ടി കഴിയൂ. മറ്റൊരു നല്ലൊരു വീഡിയോ മറ്റും വരുന്നിരിക്കുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്.